INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. സിദ്ധു, കാനു എന്ന് പറഞ്ഞ ലീഡേഴ്സ് സന്താൾ കലാപത്തിന്റെ ലീഡേഴ്സ് ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. April 15 ആറ്റിങ്ങൽ കലാപത്തിന്റെ ആ ഒരു ഡേറ്റും അതുപോലെ തന്നെ മാസവും അതുപോലെ തന്നെ ഡേ എന്ന് പറഞ്ഞത്. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പോ എന്തായാലും പോലീസ് ഡ്രൈവർ എക്സാം ഈ 16 തീയതി വരും ഉണ്ട് അല്ലെ. അപ്പോ എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. എല്ലാവരും പഠനത്തിന്റെ തിരക്കിലായിരിക്കും, പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പഠനത്തിന്റെ ചൂടിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടാകും. അപ്പൊ വിഷു ആണ്. വിഷു ആഘോഷങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ട് ആ ഒരു പഠനത്തിലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളായിരിക്കും. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതുപോലെ തന്നെ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നൊക്കെ ആ ഒരു ക്വസ്റ്റ്യൻസ് വഴി പഠിക്കേണ്ട സമയങ്ങളായിരിക്കും. നിങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അറിയാം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളായിട്ടാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ PSCയുടെ ഏറ്റവും പുതിയ ട്രെൻഡ് ആയിട്ടുള്ള നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ. എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ഏരിയയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് 1, 2, 3, 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതിൽ ശരിയായിട്ടുള്ളത് ഏത്, അതുപോലെ തന്നെ യോജിക്കാത്ത പ്രസ്താവനകൾ ഏത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. PSCയുടെ സ്ഥിരം എല്ലാ PSC എക്സാംസിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആകും. ഇത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ചിലവർക്ക് എല്ലാം അത് ശരിയായിട്ട് തോന്നും, അല്ലെങ്കിൽ എല്ലാം തെറ്റായിട്ട് തോന്നും. ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ഇനി ആ ഏരിയയിലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഒപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ നോക്കിക്കോളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. അതില് ആദ്യത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി ആയിരുന്നു. INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു. 3, INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്: INC രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. ഇതിനകത്ത് ഏതായിരിക്കാം യോജിക്കാത്ത പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കാം യോജിക്കാത്ത പ്രസ്താവന? ഇതിനകത്ത് ആൻസർ നോക്കിക്കോളാം. 1ഉം 4ഉമാണ് ഇതില് യോജിക്കാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ 1ഉം 4ഉം. അപ്പൊ നോക്കിക്കോളാം. 1 അല്ലെ, 1 യോജിക്കാത്ത പ്രസ്താവനയാണ്. അതുപോലെ തന്നെ 4 എന്താണ്? യോജിക്കാത്ത പ്രസ്താവനയാണ്. എന്തായിരിക്കാം ഇവിടെ തെറ്റായിട്ട് വരുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സെക്രട്ടറി ആണ് WC ബാനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സെക്രട്ടറി ആണോ? അല്ല അല്ലെ, പ്രസിഡന്റ് ആണ് അല്ലെ. ചെറിയൊരു സെക്രട്ടറി പ്രസിഡന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതില്. ഇനി അതുപോലെ തന്നെ INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണല്ലേ, പൂനെയിലായിരുന്നു. ഇനി പ്ലേഗ് മൂലമാണ് ആ ഒരു പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റിയത്. അത് ഓർക്കുക, ബോംബെയിലേക്ക് മാറ്റി. ബോംബെയിലെ തേജ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് ഗോകുൽദാസ് യൂണിവേഴ്സിറ്റിയിലാണ് ആ ഒരു നമ്മുടെ ആദ്യത്തെ സമ്മേളനം നടന്നത്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഇനി INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. കറക്റ്റ് ആണ്, 72 പേരാണ് ആദ്യത്തെ ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനി INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് മദ്രാസിലായിരുന്നു. അല്ല അല്ലെ, ഇതിവിടെ തെറ്റാണ്. INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. 3ാം സമ്മേളനമാണ് ഇതിൽ നടന്നത്? മദ്രാസിൽ നടന്നത്. 3ാം സമ്മേളനം നടന്ന ആദ്യത്തെ ആ ഒരു ദക്ഷിണേന്ത്യൻ നഗരം എന്ന് പറഞ്ഞത് ഏതാണ്? മദ്രാസ് ആണ്. അപ്പൊ ഓർക്കുക, 1785 തൊട്ട് 1947 വരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു സമയം വരെ ഇന്ത്യയുടെ ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു ദേശീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് ഓർക്കുക. അതില് ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ആരാണ്? WC ബാനർജി ആണ്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഇനി അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ AO ഹ്യൂം ആണെന്നൊക്കെ ഓർക്കുക. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലായിരുന്നു. അതുപോലെ തന്നെ പ്ലേഗ് എന്ന് പറയുന്ന രോഗം മൂലം അത് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഗോകുൽദാസ് തേജ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് അത് നടന്നത്. ഇനി അതുപോലെ തന്നെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. ഇനി അതുപോലെ തന്നെ INCയുടെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയായിരുന്നു? കൊൽക്കത്തയിലായിരുന്നു. അത് ഓർക്കുക. 3ാം സമ്മേളനമാണ് എവിടെ നടന്നത്? മദ്രാസിൽ നടന്നത്. അതുപോലെ തന്നെ മദ്രാസിൽ നടന്ന അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നടന്ന ആദ്യത്തെ INC സമ്മേളനം എവിടെയായിരുന്നു? മദ്രാസിലായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാം. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. 1885 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ A റാണി ലക്ഷ്മിബായ്, ബീഗം ഹസ്രത്ത് മഹൽ, താന്തിയ തോബി നാനാ സാഹിബ്. ഓപ്ഷൻ C കൻവർ സിംഗ് ഷാമൽ.
ഓപ്ഷൻ ഡി സിദ്ധു കാനു. ആരായിരിക്കാം? 1857 റിവോൾട്ട് നമുക്കറിയാം ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. അതുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം എന്നാണ്. അപ്പൊ നമ്മൾ പഠിച്ചപ്പോ നമ്മൾ 1857 പഠിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് ഓർമ്മയുള്ള കുറെ പേരുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ. റാണി ലക്ഷ്മിബായി ഉണ്ട് അല്ലെ, ആ ഒരു നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. അതുപോലെ തന്നെ ബീഹം ഹസ്രത്ത് മഹലും 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട നേതാവാണ്. അതുപോലെ തന്നെ താന്തിയ തോപ്പിയുമാരാണ് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടതാണ്. നാനാ സാഹിബും 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ കൺവർ സിംഗും അതുപോലെ തന്നെ ഷാമലും 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ആരായിരിക്കാം? ഡി അല്ലെ, സിദ്ധു കാനു. സിദ്ധു കാനു ഏതിൽ വരുന്നതാണ്? സിദ്ധു കാനു സന്താൽ റിബല്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഓർക്കുക, സന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. സിദ്ധു കാനു എന്ന് പറഞ്ഞ ലീഡേഴ്സ് സന്താൾ കലാപത്തിന്റെ ലീഡേഴ്സ് ആയിരുന്നു എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിക്കോളാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ വേലുത്തമ്പി കലാപം, ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം, ഓപ്ഷൻ സി പഴശ്ശി കലാപം, ഓപ്ഷൻ ഡി കുറിച്യ കലാപം. ഏതായിരിക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത്? ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. വേലുത്തമ്പി, പഴശ്ശി കലാപം, കുറിച്യ കലാപം, ആറ്റിങ്ങൽ കലാപം അല്ലെ. അപ്പൊ അതിൽ ആദ്യത്തെ നടന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏതാണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത? ആദ്യമായിട്ട് കേരളത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപമാണെന്ത്? കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അതിന്റെ വർഷം കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപത്തിന്റെ ആ ഒരു ഡേറ്റും അതുപോലെ തന്നെ മാസവും അതുപോലെ തന്നെ ഡേ എന്ന് പറഞ്ഞത്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. അപ്പൊ ഓർക്കുക, ആദ്യത്തെ സംഘടിത കലാപം. അപ്പൊ ഇവിടെ അത് ആൻസർ വരാനായിട്ടുള്ള കാരണം എന്താണ്? എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന സംഘടിത കലാപത്തിൽ ആദ്യത്തേത് എന്ന് ചോദിച്ചാലാണ് എന്ത്? ആറ്റിങ്ങൽ കലാപം എഴുതേണ്ടത്. ഇനി ആദ്യം നടന്ന കലാപം എന്ന് പറഞ്ഞാൽ അഞ്ചുതെങ്ങ് കലാപമാണ്. ആക്ച്വലി അഞ്ചുതെങ്ങ് കലാപമാണ് ആദ്യം നടന്ന കലാപം. അഞ്ചുതെങ്ങ് കലാപം. അതിന്റെ ഇയർ കറക്റ്റ് ആയിട്ട് ഓർക്കണം. 1697 അതിന്റെ ഇയർ എന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഓപ്ഷൻസിൽ അതില്ല അല്ലെ. ആറ്റിങ്ങൽ കലാപം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷനിൽ എന്താണ് ആൻസർ ആയിട്ട് വരുന്ന ആറ്റിങ്ങൽ കലാപം. 5 തെങ്ങ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തായിരിക്കാം? 5 തെങ്ങാണ് ആ ഒരു ആൻസർ ആയിട്ട് വരേണ്ടത്. സംഘടിത കലാപം എന്ന് എടുത്തു പറയുമ്പോൾ എന്ത് എഴുതണം? ആറ്റിങ്ങൽ കലാപം നിങ്ങൾ എഴുതണം. അപ്പൊ അത് ആ ഡിഫറൻസ് മനസ്സിലാക്കുക. ആദ്യത്തെ കലാപം, എതിരെ നടന്ന ആദ്യത്തെ കലാപം എന്ന് പറഞ്ഞാൽ 5 തെങ്ങ് കലാപമാണ് 1697. അതുപോലെ തന്നെ എന്താണ് സംഘടിത കലാപം എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ആറ്റിങ്ങൽ കലാപമാണ് 1721 ഏപ്രിൽ 15 നടന്നത്. നമ്മുടെ ഓപ്ഷൻസിൽ 5 തെങ്ങ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ത്? ആറ്റിങ്ങൽ കലാപം ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഇനി അതിനുശേഷമാണ് എന്ത്? ഈ പഴശ്ശി കലാപം അതുപോലെ തന്നെ കുറിച്യ കലാപം, വേലുത്തമ്പി കലാപങ്ങളൊക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. പട്ടികയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് ആനന്ദപടം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാൾ, നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാൾ, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ, രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. അതായത് യോജിക്കാത്തത് ഏതാണ്? 4ാമത്തെയാണ് അല്ലെ. രംഗഭൂമി പ്രേംചന്ദ് ബംഗാൾ. ഇവിടെ എന്താണ് തെറ്റായിട്ട് വരുന്നത്? രംഗഭൂമി പ്രേംചന്ദ് ആണ്, സത്യമാണ് അല്ലെ, അത് ശരിയാണ്. പ്രേംചന്ദ് ശരിയായിട്ടുള്ള ആൻസർ ആണ്. പക്ഷെ ഇത് ബംഗാൾ അല്ല, അത് എന്താണ്? റോങ് ആണ്. പ്രേംചന്ദ് ബംഗാൾ സാഹിത്യകാരനല്ല. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ബാക്കിയുള്ളതെല്ലാം എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ആനന്ദപടം ബങ്കിം ചന്ദ്ര ചാറ്റർജി, നീൽ ദർപ്പൺ ദീനബന്ധു മിത്ര ബംഗാൾ, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അതിനകത്ത് ഓപ്ഷൻ 4 ആണ്. അതായത് 4 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനകത്ത് റോങ് ആയിട്ടുള്ളത്. ഇനി കറക്റ്റ് നെക്സ്റ്റ് നോക്കിക്കോളാം. അപ്പൊ നമുക്കറിയാം വളരെ കുറച്ച് സമയം മാത്രമേ, ദിവസങ്ങൾ മാത്രമേ, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ നല്ല ആ ഒരു ചൂടോടുകൂടി എനർജിയോടുകൂടി ഒക്കെ പഠിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ ആഘോഷങ്ങൾ വരുന്നുണ്ട്. റംസാൻ വരുന്നുണ്ട്, വിഷു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആഘോഷങ്ങളിലൊന്നും മുങ്ങിപ്പോകാതെ നന്നായിട്ടിരുന്ന് പഠിക്കേണ്ട സമയങ്ങളാണ്.
അപ്പോൾ എല്ലാവരും ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാനായിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ PSCയുടെ മാറി മാറി വരുന്ന ആ ഒരു ട്രെൻഡുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു 5 വർഷത്തിന് മുന്നുള്ള PSC എക്സാംസുകൾ ക്വസ്റ്റ്യൻസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ആ ഒരു PSCയുടെ ട്രെൻഡ് എങ്ങനെയാണ്, ആ ഒരു ഏരിയയിൽ ഏത് ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ ഒരു ലെവലിൽ പഠിക്കുക. നമ്മുടെ CCയിലെ ചുണക്കുട്ടികൾ നമുക്ക് ഒത്തിരി പേരുണ്ട്. ആ ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്ത് റാങ്കിൽ എത്തിയ കുറച്ച് പേരുണ്ട്. അപ്പൊ നമുക്കറിയാം എക്സൈസ് ഡ്രൈവർ ഫസ്റ്റ് റാങ്ക്, അതുപോലെ തന്നെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡ് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ്, സിക്സ്ത് ഒക്കെ നമുക്ക് സ്വന്തമാണ്, CCക്ക് സ്വന്തമാണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഷോഫറിനായാലും നമുക്ക് ഒരുപാട് റാങ്കുകൾ നമുക്ക് ഷോർട്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി ഇരുന്ന് പഠിക്കുക. അപ്പോൾ യാതൊരുവിധ ആ ഒരു ലാഗമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്ഥാനമാണ് ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടത്? ഓപ്ഷൻ എ ചേരിചേര പ്രസ്ഥാനം, ഓപ്ഷൻ ബി സിയോണിസ്റ്റ് പ്രസ്ഥാനം, ഓപ്ഷൻ സി ജൂത ജനകീയ പ്രസ്ഥാനം, ഓപ്ഷൻ ഡി ജൂത വിമോചക പ്രസ്ഥാനം. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, സിയോണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഓർക്കുക, ഏതാണ്? ജൂതന്മാർക്ക്, അല്ലെ? ജൂതന്മാർക്ക് ആ ഒരു ഇസ്രായേൽ രാജ്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ജൂതന്മാർക്ക് രാജ്യം സ്ഥാപിക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുക എന്നതിന്റെ ലക്ഷ്യത്തോടുകൂടി സ്ഥാപിതമായ പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഇത് സ്ഥാപിച്ച വ്യക്തി എന്ന് പറഞ്ഞാൽ തിയോഡോർ ഹേഴ്സൺ ആണ്. അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക, തിയോഡോർ ഹേഴ്സൺ. 1869 സ്ഥാപിതമായത്. 1869, അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. അപ്പൊ സിയോണിസ്റ്റ് പ്രസ്ഥാനം എന്തിനു വേണ്ടിയിട്ടാണ്? ജൂതർക്ക് രാജ്യം സ്ഥാപിക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിതമായതാണ്. അതിന്റെ സ്ഥാപന നേതാവ് എന്ന് പറഞ്ഞാൽ തിയോഡോർ ഹേഴ്സൺ ആണ്. 1869 ആ ഒരു ഡേറ്റ്, ഇയർ കറക്റ്റ് ആയിട്ട് ഓർത്തു പോകണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ്. ആരുടെ വാക്കുകളാണിവ എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, മാവോ സേതു. ഇത് ആരായിരിക്കാം ഇതിന്റെ ആൻസർ? ഒരു സ്റ്റേറ്റ്മെന്റ് ആരുടെയാണ്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന വാക്ക്, പ്രശസ്തമായിട്ടുള്ള ആ ഒരു വാക്ക് ആരുടെയാണെന്നാണ് ചോദിക്കുന്നത്. ആരുടെയാണ്? മുസോളിനിയാണ് ആൻസർ, അല്ലെ? മുസോളിനിയുടെ പ്രശസ്തമായ വാക്കാണ് എന്ത്? പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്നുള്ളത്. ആ ഒരു നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ടുപേരാണ് ഹിറ്റ്ലറും അതുപോലെ തന്നെ മുസോളിനിയും. അപ്പൊ നിങ്ങൾക്ക് സെക്കൻഡ് വേൾഡ് വാർ വളരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് മിക്കവാറും തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. മിക്കവാറും ആരെങ്കിലും പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും മിക്കവാറും ചോദിച്ചു കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡേറ്റുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും സ്റ്റേറ്റ്മെന്റ് ലെവലായിട്ട് ചോദിക്കാം. അപ്പൊ അതിനും കൂടി പ്രിപ്പയർ ചെയ്ത് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. നോക്കിക്കോളാം. വാഗൻ ട്രാജഡി, മലബാർ കലാപം 1921, പുന്നപ്ര വയലാർ സമരം, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ 1946, സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. ഏതായിരിക്കും ഇവിടെ പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉമാണ് എന്താ സ്റ്റേറ്റ്മെന്റിലെ 3ഉം 4ഉമാണ് ഇവിടെ പരസ്പര ബന്ധമില്ലാത്തത്. അത് ഏതൊക്കെയാന്ന് നോക്കാം. 3ഉം 4ഉം, അല്ലെ? 3ഉം 4ഉമാണ്. സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. എന്താണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്? സവർണ ജാഥ എന്ന് പറഞ്ഞ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണോ? അല്ല, അല്ലെ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ, കൊച്ചി മഹാരാജാവ്. അവിടെ എന്താണ് തെറ്റായിട്ട് വരുന്നത്? കൊച്ചി മഹാരാജാവാണോ? അല്ല, അല്ലെ? ഏതാണ്? തിരുവിതാംകൂർ മഹാരാജാവാണ്, അല്ലെ? തിരുവിതാംകൂർ മഹാരാജാവാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക്
ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇവിടെ നോക്കുക, വാഗൺ ട്രാജഡി, മലബാർ കലാപം 1921. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? ഇവിടെ സംഭവം പഠിക്കണം. അതുപോലെ തന്നെ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഇയർ പഠിക്കണം. ഇനി അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരം, അതിന്റെ ആ ഒരു മോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്നുള്ളതാണ്. ഇയർ കറക്റ്റ് ആണ്, 1946. ഇനി അപ്പോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് മിക്കവാറും തന്നെ ചോദിച്ചുകൊണ്ടേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമ്മളെ കുഴപ്പിക്കുന്ന ആ ഒരു 3 സെക്ഷൻ ഓഫ് എന്താണ് ഇത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് തെറ്റായിരിക്കും. ഇത് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം, ശ്രീ ചിത്തിര തിരുനാൾ, ബാലരാമവർമ്മ. അതിനകത്ത് കൊച്ചി എന്നുള്ളതാണ് അവിടെ തെറ്റായിട്ടുള്ളത്, റോങ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും അങ്ങനെയാണ്. സവർണ ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹമല്ല, ഏതാണ്? വൈക്കം എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ രീതിയിലും കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കിക്കോളുക. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? റിനൈസൻസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിൽ ജനനം, പ്രത്യക്ഷ ദൈവസഭ സ്ഥാപിച്ചു, യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഏതാണ് ഇവിടെ യോജിക്കാത്ത പ്രസ്താവന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്? നോക്കിക്കേ, 1 മാത്രം, 3 മാത്രം, 3 4 1 3 4. ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടെ എന്താണ് യോജിക്കാത്ത പ്രസ്താവനയായിട്ട് വരുന്നത്. നോക്കിക്കോളാം, പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനനം, അത് കറക്റ്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ പ്രത്യക്ഷ ദൈവസഭ എന്ന് പറഞ്ഞാൽ ഏതാണ്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അതുപോലെ തന്നെ ശ്രീമൂലം പ്രജാസഭയിൽ 1921 31 എന്താണ്? അംഗമായിരുന്നു. അതും എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പൊ 3 മാത്രമാണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത്. അപ്പൊ ഈ യോഗക്ഷേമ സഭ എന്തുമായി ബന്ധപ്പെട്ടതാണ്? യോഗക്ഷേമ സഭ അതായത് ബ്രാഹ്മണ സമൂഹത്തിന്റെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് എന്ത്? യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പൊയ്കയിൽ ശ്രീ ഗുരുദേവൻ ഓർ പൊയ്കയിൽ അപ്പച്ചൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? അദ്ദേഹം ആ ഒരു അവിടെയുള്ള താഴേക്കിടയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്, ഒരു റിനൈസൻസ് ലീഡർ ആണ് എന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ്. മൂഷക വംശകാവ്യം അതുലൻ, തുഹത്തുൽ മുജാഹിദീൻ മക്തി തങ്ങൾ, കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട്, കേരള സിംഹം CB രാമൻ പിള്ള. ഇതിനകത്ത് ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? 1 3 ഇവിടെ കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത്. 1 മൂഷക വംശകാവ്യം അതുലൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് അല്ലെ. അതുപോലെ തന്നെ 3 കേരളപ്പഴമ എന്ന് പറഞ്ഞാൽ അതിന്റെ രചയിതാവ് ആരാണ്? റിട്ടൺ ബൈ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇനി അവിടെ തെറ്റായിട്ടുള്ളത് എന്താണ്? 2 4 തെറ്റായിട്ടുള്ളത്. ഇനി തുഹത്തുൽ മുജാഹിദീൻ അതിന്റെ ആ ഒരു ഓദർ ആരാണ്? ആ റിട്ടൺ ബൈ ആരായിരിക്കാം? സൈനുദ്ദീൻ മുഖാദമാണ് അതിന്റെ ആ ഒരു ഓദർ എന്ന് പറഞ്ഞാൽ. സൈനുദ്ദീൻ മുഖാദമാണ് അതിന്റെ ആ ഒരു ഓദർ. ഇനി കേരള സിംഹം CB രാമൻ പിള്ളയാണോ? അല്ല അല്ലെ. ഏതാണ്? KN പണിക്കരാണ്. KN പണിക്കരാണ് അതിന്റെ ഓദർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഓർക്കുക. ഏതൊക്കെയാണ്? മൂഷകവംശകാവ്യം അതുലൻ കറക്റ്റ് ആൻസർ ആണ്. തുവത്തുൽ മുജാഹിദീൻ ആരാണ്? സൈനുദ്ദീൻ മുഖാദമാണ്. ഇനി അതുപോലെ തന്നെ കേരളപ്പഴമ ഹെർമൻ ഗുണ്ടർട്ട് ആണ്. കേരള സിംഹം ആരാണ്? KN പണിക്കരാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഏതായിരിക്കാം? തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി, ശരിയാണ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ കുളച്ചൻ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു, രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തരംതിരിച്ചു, തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിലേതായിരിക്കാം കറക്റ്റ് ആൻസർ ആയിട്ട് യോജിക്കാത്തതായിട്ട് വരുന്നത്? ഓപ്ഷൻ B ആണ് യോജിക്കാത്ത ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഏതായിരിക്കാം? അതില് 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? യോജിക്കാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ. യോജിക്കാത്ത പ്രസ്താവന രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചു എന്നുള്ളതാണ് എന്ത്? മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ യോജിക്കാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ. ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണ് അല്ലെ. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടത്തി, അതുപോലെ തന്നെ കുളച്ചൻ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു, ആര്? മാർത്താണ്ഡവർമ്മ. ഇനി അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ച ഒരു വ്യക്തി കൂടിയാണ് ആര്? മാർത്താണ്ഡവർമ്മ.
അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസുകൾ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആഘോഷങ്ങൾ കുറയ്ക്കുക, ആ ഒരു പഠനത്തിലേക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. താങ്ക് യു.